പതിറ്റാണ്ടു പിന്നിട്ട കൊലപാതകം മുതൽ നവജാത ശിശുവിന്റെ മൃതദേഹങ്ങൾ വരെ കുഴിച്ചെടുത്ത സംഭവങ്ങളാണ് ഈ വർഷം കുറ്റകൃത്യങ്ങളിൽ ആലപ്പുഴയെ അടയാളപ്പെടുത്തുന്നത്. 6 പേരുടെ മൃതദേഹങ്ങളാണ് ഒരു വർഷത്തിനിടെ ജില്ലയിൽ നിന്ന് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. കാണാം ശരത് എസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. പച്ചപ്പും ഹരിതാഭയും മനോഹാരിത തീർക്കുന്ന ഭൂമിയാണ് ആലപ്പുഴ. എന്നാൽ ആലപ്പുഴയുടെ മണ്ണിൽ ഒരു വർഷത്തിനിടെ കൊന്നു കുഴിച്ചു മൂടപ്പെട്ടത് 6 പേരെയാണ്. ചോരക്കുഞ്ഞു മുതൽ വയോധിക വരെ അരുംകൊലയ്ക്ക് ഇരകളായിട്ടുണ്ട്. ഏപ്രിൽ 18-നായിരുന്നു കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ആദ്യ കൊലപാതകം. വടക്കുംപറമ്പിൽ റോസമ്മയെ സഹോദരൻ ബെന്നി കൊലപാതകത്തിനു ശേഷം അടുക്കളയിൽ കുഴിച്ചുമൂടി. റോസമ്മയുടെ 2ാം വിവാഹവുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു കൊലപാതകത്തിന് കാരണം. കൃത്യം 2 മാസത്തിനു ശേഷം വീണ്ടും ദൃശ്യം സിനിമാ മോഡൽ കൊലപാതകം നടന്നു. മാന്നാർ ഇടമത്തൂർ സ്വദേശിനി കലയെ ഭർത്താവും സുഹൃത്തും ചേർന്നാണ് കൊന്ന് സെപ്റ്റിക് ടാങ്കിലിട്ട് മൂടിയത്. ക്രൂര കൊലപാതകങ്ങൾക്ക് ഇരകളാകേണ്ടി വന്നതിൽ 2 ചോരക്കുഞ്ഞുങ്ങളുണ്ട് എന്നതും ഞെട്ടിക്കുന്നതാണ്. തകഴിയിൽ അവിവാഹിതയായ യുവതിയും കാമുകനും ചേർന്നാണ് 4 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കൊന്നു പാടശേഖരത്ത് കുഴിച്ചുമൂടിയത്. ചേനമ്പള്ളിപ്പറമ്പിൽ അമ്മയും കാമുകനും ചേർന്ന് 5 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്നു കുഴിച്ചുമൂടി. കലവൂർ സുഭദ്ര കേസിലും പ്രതികൾ രക്ഷപ്പെടാൻ മൃതദേഹം കുഴിച്ചുമൂടുകയാണ് ചെയ്തത്. ഏറ്റവും ഒടുവിലാണ് കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയെ കാമുകൻ അമ്പലപ്പുഴയിലെ വീട്ടിൽ വെച്ച് കൊന്നു കുഴിച്ചുമൂടിയത്. ദൃശ്യം സിനിമ പോലെ കൊലപാതക ശേഷം എളുപ്പം രക്ഷപ്പെടാമെന്ന് കരുതിയാണ് പ്രതികൾ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടുന്നത്. എന്നാൽ സിനിമ പോലെ എളുപ്പമല്ല ജീവിതം. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ്, ആലപ്പുഴ.